വൈകക്കുട്ടി എങ്ങനെയുണ്ടായിരുന്നു? യമി. വൈകക്കുട്ടി 3-4 ബൗൾ ഓൾറെഡി കഴിച്ചു വെച്ചിട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാനൊരു മാംഗോ പുഡിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഞാനിപ്പോൾ അത് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങളുടെ കൂടെയും കൂടെ ആ റെസിപ്പി ഷെയർ ചെയ്യാവുന്ന. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് റോക്കറ്റ് സയൻസ് ഒന്നും അല്ല, ഇത് സിമ്പിൾ ആണ്, ഭയങ്കര ഈസി ടു മേക്ക് ആണ്. ഞാൻ പക്ഷെ മാംഗോ വെച്ചിട്ട് പുഡിങ് ആദ്യമായിട്ട് ഉണ്ടാക്കണേ, ബട്ട് ഐ എം കോൺഫിഡൻറ്റ് ഇറ്റ് വിൽ കം ഔട്ട് ഗുഡ്. ഓക്കെ, അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ആദ്യമേ പാല് വേണം. പാലിൽ നന്നായിട്ട് തിളപ്പിച്ച് ഇതിനെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ആറിക്കണം. അപ്പം ഞാൻ ഓൾറെഡി പാല് നന്നായിട്ട് തിളപ്പിച്ച് ആറാനായിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒബ്വിയസ്ലി മാംഗോ വേണം. മാംഗോ ഞാൻ മേടിക്കാൻ പോയ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. മാംഗോ അത്ര നന്നായിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ മാംഗോ പൾപ്പ് മേടിച്ചു. പിന്നെ വേണം കണ്ടൻസ് മിൽക്ക്, മധുരത്തിന് പഞ്ചസാരയും വേണം, കണ്ടൻസ് മിൽക്കും വേണം. പിന്നെ വേണ്ടത് കസ്റ്റേർഡ് പൗഡർ ആണ്. ഇത് ഞാൻ വാനില ഫ്ലേവറിന്റെ കസ്റ്റേർഡ് പൗഡർ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഇന്ത്യൻ ഷോപ്സിലൊക്കെ മേടിക്കാൻ കിട്ടും. അതിനുശേഷം ഞാൻ എടുക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ട് കടമം പൗഡർ ആൻഡ് സിനമൺ പൗഡർ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷണൽ ആണ്, ഇച്ചിരി നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ബ്രെഡ്, ഇത് അത്യാവശ്യമുള്ളൊരു സാധനമാണ്. ബ്രെഡിന്റെ 4 സൈഡും നമ്മൾ കട്ട് ചെയ്തിട്ട് അതിന്റെ സോഫ്റ്റ് പോർഷൻ ആയിരിക്കും നമ്മൾ പുഡിങ്ങിന് ഉപയോഗിക്കുന്ന ബേസ് ആയിട്ട്. എന്തായാലും പാല് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ആറുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കസ്റ്റർഡ് പൗഡർ ഇവിടെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ കസ്റ്റർഡ് പൗഡറിനകത്ത് നമ്മൾ പച്ച പാൽ ഒഴിക്കണം. ഓക്കെ, തിളപ്പിക്കാത്ത പാല് നമ്മൾ ഇതിനെ ഒഴിച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഒന്ന് കൊണ്ടുവരണം. അപ്പം ഞാൻ ശകലം എൻ്റെ അളവിന് ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇനി ഞാനിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആക്കും കേട്ടോ. ഈ തിക്ക് കൺസിസ്റ്റൻസിയാണ് നമ്മൾ കസ്റ്റർഡ് ഇനി ഈ പാലിനകത്തോട്ട് തിരിച്ചൊഴിച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് തിക്കനാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ കസ്റ്റർഡിൻ്റെ മിക്സ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പാല് നമ്മൾ തിളപ്പിച്ച് വെച്ചില്ലായിരുന്നു, ഒന്ന് ഒരുമാതിരി ഒന്ന് അതിൻ്റെ ഭയങ്കര ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് തിരിച്ച് നമ്മൾ ഈ കസ്റ്റർഡിൻ്റെ പാലൊന്ന് ഒഴിക്കുക, ഈ മിക്സ് ഒന്ന് ഒഴിക്കുക. ഓക്കെ, ഇനി നമ്മൾ ആ പാൽ ഒന്നുകൂടെ നമ്മൾ തിളപ്പിക്കുകയാണ്. തിളപ്പിക്കുകയെന്ന് വെച്ചാൽ ഒത്തിരി തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കുറുകി വരുന്നിടം വരെ അതിനെ ആക്കിയിട്ട് അതിനെ നമുക്ക് ഓഫ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് ഒന്ന് പാലിനെ ഒന്ന് ആറിക്കാൻ റൂം ടെമ്പറേച്ചറിൽ ഒന്നുകൂടെ നമ്മൾ സെറ്റാക്കാൻ വെക്കണം കേട്ടോ. ഇത് ഞാൻ ആദ്യമേ പാല് തിളപ്പിച്ചിട്ട് കസ്റ്റർഡ് ഒഴിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ചില സമയത്ത് നമ്മൾ ഡയറക്റ്റ് കസ്റ്റർഡ് ഒഴിച്ച് കഴിയുമ്പോൾ പാല് പിരിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പാലൊന്ന് തിളപ്പിച്ച് ഒന്ന് റൂം ടെമ്പറേച്ചറിൽ ആറിയതിന് ശേഷമാണ് ഞാൻ ഈ കസ്റ്റർഡ് ഇതിനകത്ത് ഒഴിക്കാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അതിനകത്ത് ഒഴിക്കേണ്ടതാണ് കണ്ടൻസ് മിൽക്ക്. ഈ പാലിങ്ങനെ തിളച്ച് വരുമ്പം, ചൂടായി വരുമ്പം നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ കണ്ടൻസ് മിൽക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടൻസ് മിൽക്ക് പാലിനെ നന്നായിട്ട് കുറുക്കി നല്ല കട്ടിയിലാക്കും കേട്ടോ. വൈകക്കുട്ടിയാണ് വീഡിയോ എടുത്ത് തരുന്നത് അമ്മയ്ക്ക്. ഓക്കെ, ഡ്രോപ്പ് വരെ നമ്മൾ ഇതിനകത്ത് ഒഴിക്കും. ഓക്കെ, വിരൽ മുറിയണ്ട, വൈകിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടൻസ് മിൽക്ക്. ഇനി നമ്മൾ ഈ മാംഗോനെ ഒന്ന് പഴുപ്പാക്കാൻ പോകണം. ഇത് ആക്ച്വലി കട്ട് പീസസ് ആണ് മാംഗോയുടെ. ഫ്രഷ് മാംഗോ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനത്തെ മാംഗോ പീസസാണ് മേടിച്ചത്, ടിന്നിലുള്ള. എന്നിട്ട് ഞാൻ അതിനെ ഉണ്ടോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ കുറച്ച് ഒന്ന് ആറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ആറുന്ന ഒരു പരുവമാകുമ്പം നമ്മൾ ഈ മാംഗോ ഇല്ലേ, ഈ മാംഗോനെയും കൂടെ അതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം മാംഗോയും കൂടെ അതിനകത്തുനിന്ന് ആ ഉള്ള ചൂടിൽ ആ മാംഗോയും കൂടെ ഒന്ന് സെറ്റ് ആവും കേട്ടോ. അപ്പം മാംഗോ ഇട്ടു. അതിന് ശേഷം നമ്മൾ അതിനകത്ത് കുറച്ച് ഫ്ലേവറിന് സിനമൺ പൗഡർ, പിന്നെ കടമം കുറച്ച് ചേർക്കും. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റും അളവും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. കണ്ടോ എത്ര കുറുകി നോക്കൂ.
ഞാൻ ലാസ്റ്റിൽ ഈ പഞ്ചസാര ശകലം ഈ ബ്രെഡിൻ്റെ മേളിൽ പഞ്ചസാര ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം കേട്ടോ. നമുക്ക് ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതലോ പഞ്ചസാര കഴിക്കരുത്. ഞാനിതിപ്പോൾ കുട്ടികൾക്കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഉണ്ടാക്കണേ. സോ ലിറ്റിൽ ബിറ്റ് ഓഫ് ഷുഗർ. ഒരു ആർഭാടത്തിനും ജാടിക്കും കുറച്ച് സ്ട്രോബെറിയും കൂടെ നമുക്ക് ഇതിനകത്ത് ഇടാം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് എൻ്റെ റെസിപ്പി ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിനകത്തിടും. സോ ഞാനിങ്ങനെ സ്ട്രോബെറീസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് റാൻഡം ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് സ്പ്രെഡ് ഇടുവാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് എനി ഫ്രൂട്ട്സ് യു ക്യാൻ യൂസ്. ഇപ്പം നമ്മുടെ വീട്ടിൽ സ്ട്രോബെറി ആയിരുന്നുള്ളത്, അപ്പം ഞാൻ സ്ട്രോബെറി ഇടുക. സ്ട്രോബെറി ഇല്ലെങ്കിൽ ഫ്രഷ് മാംഗോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്തിടാം. ഞാൻ മാംഗോ മേടിക്കാനായിരുന്നു റേവേ പോയത്, പക്ഷെ എനിക്ക് മാംഗോ കിട്ടിയില്ല. അപ്പം ഞാനിങ്ങനെ കുറച്ച് സ്ട്രോബെറീസ് ഒരു ആർഭാടത്തിന് ഇങ്ങനെ ഇടുവാണെങ്കിൽ എന്നിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റർഡ് ഇതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മാംഗോ കസ്റ്റർഡ് പുഡിംഗ് സെറ്റ് ആക്കാൻ ഫ്രിഡ്ജിൽ വെക്കാം. ഇതൊരു 3-4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലിരുന്ന് സെറ്റ് ആവണം. ഫ്രിഡ്ജിൽ വെക്കാം. നമ്മുടെ ഫ്രിഡ്ജിലിരുന്നത് സെറ്റ് ആവട്ടെ. അങ്ങനെ 4 മണിക്കൂർ കഴിഞ്ഞിട്ടോ പുഡിംഗ് നമ്മുടെ ഫ്രിഡ്ജിലിരുന്ന് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോ സ്ട്രോബെറി മാംഗോ പുഡിംഗ് ആയിട്ടുണ്ട്. വരും, നമുക്കിത് കഴിച്ചു നോക്കാം. അങ്ങനെ മാംഗോ കസ്റ്റേർഡ് പുഡിംഗ് ഒക്കെ ഞങ്ങൾ കഴിച്ചു. നന്നായിരുന്നു. ഇത് കുറച്ച് നേരം കൂടെ ഫ്രിഡ്ജിലിരുന്നാൽ ഒന്നുകൂടെ ടേസ്റ്റ് വരും. ഞങ്ങൾക്ക് പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പുറത്തെടുത്ത് കഴിക്കാൻ നോക്കി. 4 മണിക്കൂറോളം ഫ്രിഡ്ജിനകത്ത് ഇരുന്നു. കുറച്ച് ഞാൻ ബാക്കി നമ്മുടെ വൈകിട്ട് ചീട്ടുകളിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. വൈകുന്നേരം ആയി, ഞങ്ങളിപ്പം കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും. ഇതിനകത്ത് ഞാൻ സ്ട്രോബെറി ഇട്ടുകൊണ്ടൊരു പുളിപ്പൊക്കെ ഉണ്ട്. ഇത് എൻ്റെ വേ ഓഫ് മേക്കിംഗ് മാംഗോ പുഡിംഗ് ആയിരുന്നു. നിങ്ങൾക്കും ട്രൈ ചെയ്യാം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. പിന്നെന്താ, നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സാറ്റർഡേയും വീക്കെൻഡും തരുന്നതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. ടേക്ക് കെയർ ആൻഡ് ബൈ.